കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിൽ പ്രതി ഷിംജിതയ്ക്ക് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 6ലേക്ക് മാറ്റി. സലാം മുഹമ്മദ് വീറുമായി കോഴിക്കോട്ട് നിന്ന്. സലാം, എന്താണ് കോടതി പറഞ്ഞത്? ജിംസ്, കോടതിയിൽ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് ഈ മാസം 6ലേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ കോടതി മാറ്റിയിരിക്കുന്നത്. അതിനിടെ നാളെയാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം കോടതി പരിഗണിക്കുന്നത്. അതേ തുടർന്നായിരിക്കും ഒരുപക്ഷെ പോലീസ് റിമാൻഡിലിരിക്കുന്ന പ്രതിയെ കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 21-ാം തീയതിയാണ് ഷിംജിത റിമാൻഡിലാകുന്നത്. ഇന്ന് 14 ദിവസം പൂർത്തിയാവുകയാണ്. ഒരുപക്ഷെ സ്വാഭാവികമായും റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന ദിവസം ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് ഡയറി, അതായത് ഈ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ 6ലേക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി ജാമ്യാപേക്ഷ മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ കാലാവധി പൂർത്തിയായിട്ട്, റിമാൻഡ് കാലാവധി 14 ദിവസം പൂർത്തിയായിട്ടും ഷിംജിതയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പിൽ ആകെ എത്തിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചു. ആ രീതിയിൽ ഒരു മനോവിഷമമാണ് ഇങ്ങനെ ദീപക് ജീവൻ ഒടുക്കുന്നതിൽ എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതാണ് കോടതിക്ക് മുമ്പിലുള്ള ആകെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതായത് കേസ് ഡയറിയോ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടോ പോലീസ് സമർപ്പിക്കുകയെങ്കിൽ മാത്രമേ ഈ 6-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ നാളെ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടി വാങ്ങി ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവുക. നിലവിൽ ഷിംജിതയുടെ മൊബൈൽ ഫോൺ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്ന ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയത്. ഷിംജിതയെ കസ്റ്റഡി എടുക്കുകയോ ആ രീതിയിൽ ഷിംജിതയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയോ ചെയ്തിട്ടില്ല. ആ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അജിംസ്.